പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ദൂരത്തും ചാരത്തും ഇരുന്ന് ഈ ഡിവോഷണൽ സ്റ്റഡി ശ്രദ്ധിക്കുന്ന സകലർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് 2 പത്രോസ് 1:3 2 Peter chapter 1 verse 3 തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. പ്രൈസ് ഗോഡ്. കുഞ്ഞെ, നിന്നെ വളരെ പ്രിയപ്പെട്ട ദൈവം വിളിച്ചിരിക്കുന്നത്. പൂർണ്ണമായിട്ട് ദൈവം നിന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പരിപൂർണമായിട്ട് നിൻ്റെ പാപങ്ങളും കുറ്റങ്ങളും കുറവുകളും അകൃത്യങ്ങളും അവൻ ക്ഷമിച്ചു തന്നിട്ടുണ്ട്. നീ യുണീക്കാ ദൈവ പൈതലേ. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ഭവനത്തിലെ ഒരംഗമാണ് നീ. നിന്നെ ആ ഭവനത്തിലേക്ക് ദത്തെടുത്തിരിക്കുക. അതുകൊണ്ട് വിലയേറിയതും അതിമഹത്തായിട്ടുള്ള എല്ലാ വാഗ്ദത്തങ്ങളുടെയും അവകാശിയ നീ. ഈ ഭൂമിയിൽ നീ ആയിരിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ ആ ലാസ്റ്റ് ബ്രെത്ത് ഉണ്ടല്ലോ, ഹല്ലേലൂയ, അത് നീ ഈ ഭൂമിയിൽ എക്സൈൽ ചെയ്ത് കഴിയുമ്പോൾ ഓർക്കണം, നീ സ്വർഗത്തിൽ നിന്നാണ് ഇൻഹേൽ ചെയ്യുന്നത്. എന്തിനാ? നിത്യതയ്ക്കായി. ഒരു വാഗ്ദത്വവും നിനക്ക് പ്രാപിക്കാൻ കഴിയാതെ പോകത്തില്ല. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതി, 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. 1 Corinthians chapter 2 verse 12 ഇങ്ങനെ പറയുന്നു, നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. സ്തോത്രം. ദൈവം ഓൾറെഡി തന്നിരിക്കുന്ന അനുഗ്രഹത്തെയും വാഗ്ദത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുക. ഞാനൊന്ന് പറയട്ടെ, ഇനിയും വാഗ്ദത്തങ്ങൾക്ക് വേണ്ടിയും ഇനിയും അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും കാത്തിരിക്കേണ്ട. ഓൾറെഡി തന്നിട്ടുണ്ട് അവൻ നമുക്ക്. അതിനു വേണ്ടി വെയിറ്റ് ചെയ്താൽ മാത്രം മതി. യു സിംപ്ലി നീഡ് ടു ടേക്ക് ഹോൾഡ് ഓഫ് വാട്ട് ഈസ് ഓൾറെഡി യുവേഴ്സ്. നിനക്കെല്ലാം തന്നതിനാൽ ഞാൻ പറയട്ടെ, പ്രാപിച്ച് നിനക്ക് ധൈര്യത്തോടെ ഇരിപ്പാൻ കഴിയുമോ? നമ്മൾ ഒരു ടെസ്റ്റ് പാസ്സാകുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഒരു പ്രോമിസ് കിട്ടാൻ വേണ്ടി ഒരു ടെസ്റ്റ് പാസ്സാകണം എനിക്കെന്ന് വിചാരിച്ച് നീ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ടോ? ഞാൻ പറയട്ടെ, ഒരു വാക്യം ശ്രദ്ധിക്കുമ്പോൾ അത് മനസ്സിലാകും. 2 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇത് പറയുന്നുണ്ട്, ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓൾറെഡി വി ഹാവ് റിസീവ്ഡ് ഇറ്റ്. അതായിരുന്നു നമ്മുടെ കുറിവാക്യം. തൻ്റെ പരിജ്ഞാനത്താലാണ് അത് നമുക്ക് തന്നിരിക്കുന്നത്. എല്ലാം, എവ്രിത്തിങ് നിനക്ക് ആവശ്യമുള്ളത് എല്ലാം ജയകരമായ അബൻഡൻ്റായിട്ടുള്ള ഒരു സന്തോഷത്തിൻ്റെ ഒരു വൈബ്രൻറ്റ് ലൈഫ് യേശു ക്രിസ്തുവിലുള്ളത് അവൻ നിനക്ക് വാഗ്ദത്തം തന്നിരിക്കുക. അതിൻ്റെ അർത്ഥം ഓർക്കണമേ, ജീവിതം പിന്നെ അങ്ങ് ഈസി ആയിരിക്കുമെന്നല്ല. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. ജോൺ 16 വേഴ്സ് 33 ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ദൈവത്തിലെ ലോകത്തെ ജയിച്ചൊരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്.
അതുകൊണ്ട് അവനെ സ്വീകരിച്ചു കഴിഞ്ഞു, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു എന്ന് പറഞ്ഞ് ഈ ലോകത്ത് നമുക്ക് കഷ്ടമില്ലാതെ ഇരിക്കത്തില്ല. എന്നാൽ ദൈവം എന്തൊക്കെ അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും നമുക്ക് തന്നിട്ടുണ്ടോ അത് പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം നമ്മൾ പോകുന്ന യാത്രയിൽ അനവധി അനുഭവങ്ങളിൽ കൂടെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്നോർത്തോണം. നമ്മെ കൈവിട്ടിട്ട് ഓക്കെ നീ യുദ്ധം ചെയ്തു, ഡു ദ ബെസ്റ്റ് യു ക്യാൻ എന്ന് പറഞ്ഞ് നമ്മളെ ഇട്ടിട്ട് പോകുന്നവനല്ല ദൈവം. ഈ ജീവിതത്തിൽ ആവശ്യമായത് നമുക്ക് ജീവിപ്പാനായിട്ട് വേണ്ടതൊക്കെ അവൻ നമുക്ക് തന്നിട്ട്, അവൻ നമുക്ക് തന്ന എന്താണെന്നറിയാമോ? പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. യേശു കർത്താവിൻ്റെ മനസ്സവൻ നമുക്ക് തന്നു, സ്വർഗത്തിലെ റിച്ചസ് എല്ലാം നമുക്ക് തന്നു. അതുകൊണ്ട് ആ റിച്ചസ് എല്ലാം ഒന്ന് അക്നോളജ് ചെയ്തിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, നീ എൻ്റെ മനസ്സിനെ ഒന്ന് തുറക്കണമേ. ഞാൻ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന എല്ലാ വാഗ്ദത്ത വചനങ്ങളും എൻ്റെ ജീവിതത്തിൽ നിറവേറത്തക്കവണ്ണം, അത് സ്തോത്രം ചെയ്ത് അനുഭവിപ്പാൻ തക്കവണ്ണം നീ എന്നെ സഹായിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കുമോ? തീർച്ചയായും ദൈവം പ്രാർത്ഥന കേൾക്കുമെന്ന് മാത്രമല്ല, അതിൻ്റെ ഉത്തരം നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിക്കുന്നത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. സദൃശ്യവാക്യങ്ങൾ 28:1, പ്രോവേർബ്സ് ചാപ്റ്റർ 28 വേഴ്സ് 1. ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു, നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്കറിയാം എല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള അനുഭവ സമ്പത്ത് നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും പലപ്പോഴും ഒരു അഡ്വഞ്ചറസ് ഫെയ്ത്ത് നമുക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയാതെ പോകുന്നത് നമ്മൾ ധൈര്യഹീനരായിത്തീരുന്നത് കൊണ്ടാണ്. സത്യം നമുക്കറിയാം, സത്യത്തെ നമ്മൾ വിശ്വസിക്കുന്നു, അത് എനിക്കാണെന്ന് നല്ല ഉറപ്പോടെ അറിയാം. അത് അനുസരിച്ച് പ്രവർത്തിച്ച് അതിൽ നടക്കുവാനായിട്ട് ഒരു സ്ഥിരത വേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. മനസ്സിലാക്കണമേ, നാം അതിനൊന്ന് ഉണർന്നേ പറ്റൂ. നമ്മുടെ മന്ദത മാറ്റി പറ്റൂ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നാം ജീവിച്ചേ പറ്റൂ. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന അനുഭവമായിരിക്കത്തില്ല നാളെ നമ്മൾ കടന്നു പോകുന്ന അനുഭവം. നമ്മുടെ ഭാവിയൊക്കെയും നമ്മൾ ഫേസ് ചെയ്യുന്ന ആ ഡിഫിക്കൽറ്റിയെ കഴിഞ്ഞും വലുതായിരിക്കും. കുഞ്ഞെ, നീ ഡിസ്കറേജ്ഡായി പോകരുത് കേട്ടോ. നിത്യതയിലെത്താൻ വരെ ഉള്ള സകലതും അവൻ നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ഒറ്റ കാര്യം നീ ചെയ്യ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക. യേശു കർത്താവിൻ്റെ ആ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി നിൻ്റെ മേൽ വരുമ്പോൾ വാഗ്ദത്ത വചനങ്ങളുടെ പൂർത്തീകരണവും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിറവേറും. നിനക്ക് ലഭിച്ചതിനെ ഓർത്ത് നീ ദൈവത്തെ സ്തുതിക്കുക. നമുക്കറിയാം 5 അപ്പവും 2 മീനും യേശു കർത്താവ് അതുകൊണ്ട് അത്ഭുതം പ്രവർത്തിച്ചു, അല്ലേ? ഒരൊറ്റ കല്ലേ ഉണ്ടായിരുന്നുള്ളൂ, വേണ്ടി വന്നുള്ളൂ. 5 കല്ല് പൊക്കണത്തിലിട്ടു എങ്കിലും ഗോലിയാത്തിനെ കൊല്ലാൻ, മല്ലനായ ഗോലിയാത്തിനെ തകർക്കാൻ ഒറ്റ കല്ലേ ആവശ്യം വന്നുള്ളൂ. നമുക്കറിയാം പച്ചത്താടിയെല്ലാം ഉണ്ട്. ഹല്ലേലൂയ. കുന്നൊന്ന്, കുന്ന് 2 പറഞ്ഞ് ഫെലിസ്ത്യ സൈന്യത്തെ കൊന്നുകൂട്ടുവാൻ ശിംശോന് കഴിഞ്ഞു. നമുക്കുള്ളത്, നമുക്ക് തന്നിരിക്കുന്നത് നാം ഉപയോഗിക്കണം. ശക്തിയില്ലെങ്കിൽ ദൈവത്തോട് കൂടുതൽ ശക്തിക്ക് ചോദിക്കുക, പ്രാർത്ഥിക്കുക, എന്നിട്ട് വെയിറ്റ് ചെയ്യുക. അവൻ വർദ്ധിപ്പിച്ച് തരും. പക്ഷെങ്കിൽ നമുക്കൊക്കെ എപ്പോഴും എല്ലാത്തിനും എക്സ്ക്യൂസാണ്. പല പല എക്സ്ക്യൂസസ് നാം പറയും. എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരുന്നാൽ ദൈവത്തിന് നമ്മെ എക്യുപ്പ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഹല്ലേലൂയ. പൊത്തൂരത്തെ വിശ്വാസവും കൊണ്ടിരിക്കാതെ വലിയ വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിര്. കർത്താവ് തീർച്ചയായിട്ടും തന്നിരിക്കും. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ഒന്നേൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് പറ്റുമോ? വലിയവനായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അതിനായിട്ട് സഹായിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, നീ തന്നിരിക്കുന്ന അതിമഹത്തായ വാഗ്ദത്തങ്ങളെ വിശ്വസിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാണോ എന്ന് പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങൾക്കതിനാവശ്യം. നിൻ്റെ കൃപ ഞങ്ങൾക്ക് ആവശ്യം. അത് വാഗ്ദത്തങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നവരെയും പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവസ്ഥലായിരിക്കാൻ നീ സഹായിക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.